ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഡിസൈനുകളൊക്കെ നമുക്കൊന്ന് ചെയ്യാൻ പഠിക്കണ്ടേ? ആ തുടക്കം ഈ വിഷുവിന് തന്നെ ആയാലോ? ഈ വിഷുവിന് നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഒന്ന് വെയർ ചെയ്താലോ? അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഈ വിഷുവിന് തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാമെന്നല്ല, നമുക്ക് ചെയ്തിടണം. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോസ്. എങ്ങനെ സ്പീഡ് കൂട്ടാൻ, അരി വർക്ക് ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. ഇതിപ്പോൾ നമുക്കൊരു ബ്ലൗസോ ചുരിദാറോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ബ്ലൗസിനോ, മെയിനായിട്ട് ബ്ലൗസിനായിരിക്കും നമ്മൾ ആരി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈൻ ആദ്യമേ സറി ത്രെഡ് കൊടുക്കണം. അതിപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ വരച്ചേക്കുന്നത് നെക്കിൻ്റെ അളവായിട്ടോ അല്ലെങ്കിൽ ഒരു ആ നെക്ക് അളവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗമായിട്ട് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചിട്ടേ ഉള്ളൂ. അളവെടുക്കുന്നതൊക്കെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കുമേ. അപ്പോൾ ആ ലൈനിൽ കൂടെ അതിൻ്റെ ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നതിന് തൊട്ടപ്പുറത്തൂടായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലൈനിൽ കൂടെ നമ്മൾ സെറി ത്രെഡ്, ഗോൾഡ് സെറി ത്രെഡാണെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ഏതാ നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ സെറി ത്രെഡ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം സ്റ്റിച്ച് എടുക്കണം, അതിനുശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. അതായത് എങ്ങോട്ടാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. അതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് ആരി വർക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ ഉള്ള. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സ്റ്റിച്ച് നമ്മൾ നെക്ക് എത്ര ലെങ്താണോ കൊടുക്കുന്നത് അതുവരെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അതിലൊരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ എവിടാണോ കൊണ്ട് എൻഡിനോട്ടിട്ട് നിർത്തിയത് അതിൻ്റെ തൊട്ടരികിൽ കൂടെ തന്നെ വീണ്ടും മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം കൊടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ പോയിൻറ്റുകളുണ്ടല്ലോ, നമ്മളിങ്ങനെ കുത്തിയെടുക്കുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ലൈൻ്റെയും ചെയിൻ സ്റ്റിച്ച് ചെന്ന് നിൽക്കുന്നത്. അതായത് ഒരേ നിരപ്പിന് ഒരുപോലെ ഇരിക്കണം, ഒരേ ഡിസൈൻ ആയിരിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനുകൾ ഒരുപോലെ ഇരിക്കണം കാണാൻ. നല്ല അടുപ്പിച്ചടുപ്പിച്ച് ഗ്യാപ്പ് ഇല്ലാതെ വേണം കൊടുക്കാൻ. അപ്പം ഞാൻ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ വിഷുവിന് മുന്നേ നമുക്കിതൊന്ന് പഠിച്ചെടുക്കണം, ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളും ഡിസൈൻ ചെയ്ത് പഠിക്കണം, ഈ സ്റ്റിച്ചുകളെല്ലാം ഒന്ന് ചെയ്ത് പഠിക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പഠിച്ചെടുത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പുതിയ ഡ്രസ്സിലേ ചെയ്യത്തുള്ളൂ. എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. പ്രാക്ടീസ് ചെയ്താലേ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു ഡ്രസ്സിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സീക്വൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഷുഗർ ബീഡ്സ് കൊടുക്കാം, കട്ട് ബീഡ്സ് കൊടുക്കാം. അപ്പോൾ കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് എല്ലാം കൊടുക്കുന്നതിന് മുന്നേ ആ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണമല്ലോ. അപ്പോൾ ആദ്യം സെറി ത്രെഡാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് സീക്വൻസോ ബീഡ്സോ കട്ട് ബീഡ്സോ എന്തോന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ആ ബീഡ്സ് കൊടുക്കാൻ പഠിക്കാമെന്ന് വെച്ചാൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒന്നും നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ബീഡ്സ് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനകത്ത് ഒരു ബീഡ്, ഒരു റൗണ്ട് ബീഡ്, അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ഒരു റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്ന് ഇടവിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. നമുക്ക് ആ ഒരു ബീഡ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊരു 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീണ്ടും റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് റൗണ്ട് ബീഡ് എങ്ങനെ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കാമെന്നും എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് ഇതിലൂടെ നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കും എനിക്കിതെല്ലാം ഒരുമിച്ച് പഠിക്കണം എന്നും പറഞ്ഞിട്ട് ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സ് എല്ലാം ഒരുമിച്ച് നമ്മൾ നീഡിലൊക്കെ ഇട്ട് ചെയ്യാൻ നിന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് എനിക്ക് പറ്റാത്തതെന്ന് നമുക്ക് അന്നേരം സങ്കടം തോന്നും. അപ്പോൾ ആ സങ്കടം തോന്നാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ ഒന്നൊന്നായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് ആ റൗണ്ട് ബീഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. നമ്മുടെ കയ്യിനൊരു വഴക്കം വരും അല്ലേ. ഞാനിവിടെ കുറച്ച് ഭാഗത്തെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങളത് ചെയ്യുമ്പോൾ നല്ലപോലെ കുറച്ചധികം നീളത്തിന് ലൈനൊക്കെ ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് പഠിച്ചെടുത്താലേ നമുക്ക് വലിയ ഡിസൈനുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ഇട്ട് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബീഡാണ് ഞാനിപ്പോൾ ആദ്യം ഇട്ടത്.
അപ്പോൾ ആദ്യം അതിട്ട് ഒന്ന് നമ്മുടെ കൈ ഒന്ന് വഴങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ എണ്ണം ബീഡ്സിൻ്റെ എണ്ണം കൂടുതലിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻഡ് നോട്ട് എല്ലായിടത്തും കറക്റ്റായിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് എല്ലാം നമ്മൾ ഇട്ടതെല്ലാം തിരിച്ച് ഊരിഞ്ഞ് പോരും. അതുകൊണ്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇപ്പം ഞാൻ എൻഡ് നോട്ട് ഇടുമ്പോൾ നമ്മൾ അത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻഡ് നോട്ടൊക്കെ ഇങ്ങനെ ആ ഒരു ത്രെഡ് മുകളിലേക്ക് കയറി നിൽക്കുമല്ലേ, എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. താഴ്ന്ന് നമ്മൾ നീഡിലിട്ടിട്ട് ആ നൂലിനെ താഴോട്ട് അങ്ങ് വലിച്ചാൽ മതി, താഴോട്ട് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ രണ്ടാമത് ഞാൻ വീണ്ടും തൊട്ടടുത്ത് തന്നെ അടുത്ത ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. ആ ചെയിൻ സ്റ്റിച്ചിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ബീഡ്സ് ഒരേ ടൈമിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ 2 ബീഡ്സ് നമ്മൾ എടുക്കാൻ പഠിക്കുക. ആദ്യം 2 ബീഡൊന്നും ഒരുമിച്ച് നീഡിൽ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ സ്റ്റിച്ച് ചെയ്യാനും ബീഡ്സ് എടുക്കാനും ഒക്കെ വുഡൻ നീഡിൽ അയൺ നീഡിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. സാധാരണ ട്യൂലിപ്പ് നീഡിൽ 13 14 ഒക്കെ എടുത്താൽ, അല്ലെങ്കിൽ 23 എടുത്താലൊക്കെ ഷുഗർ ബീഡ്സിന് 23 ആയിരിക്കും എടുക്കേണ്ടി വരിക. ഇതിപ്പോൾ റൗണ്ട് ബീഡ് ആയതുകൊണ്ട് ഞാൻ 13 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 13-നകത്ത് എനിക്കത് പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് അല്ലെങ്കിൽ 2 എണ്ണം വെച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ബീഡ്സും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ ഓരോന്ന് 2 എണ്ണം ഒക്കെ ഇട്ട് ചെയ്യാം. അതുപോലെ റൗണ്ട് ബീഡിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റൗണ്ട് ബീഡ് ആണെങ്കിലും കട്ട് ബീഡ്സ് ആണെങ്കിലും ഓരോന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 2 എണ്ണം ഒരുമിച്ചിട്ട് ഒരു സ്റ്റിച്ചിനകത്ത് കൊടുക്കാൻ നിൽക്കരുത്, അത് ലൂസായിരിക്കും. ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കാണുന്നുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഒരു ബീഡ് ഇട്ടിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് എടുത്തു, അടുത്ത വീണ്ടും രണ്ടാമത്തെ ബീഡ് എടുത്തു, സ്റ്റിച്ച് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ഓരോന്നിനും ഓരോ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ വീണ്ടും ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അടുത്ത 2 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ റൗണ്ട് ബീഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറേയും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ പറ്റും. ആദ്യം തന്നെ ഷുഗർ ബീഡ്സിനകത്ത് തുടങ്ങുമ്പോൾ ഷുഗർ ബീഡ്സ് ഒറ്റയടിക്ക് ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ അതിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ആ ത്രെഡിലേക്ക് കൊടുക്കേണ്ട ഒരു സ്പീഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ബീഡ്സ് ഒരുമിച്ച് ഇറങ്ങി വരും ഇല്ലേ, അന്നേരം നമുക്ക് അയ്യോ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് ബീഡ് ആദ്യം എടുക്കുന്നത്. റൗണ്ട് ബീഡ് എടുക്കാൻ നിങ്ങൾക്ക് ഹാഫ് ബീഡ് വേണമെങ്കിൽ അതും എടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അതും കുറച്ച് വലിപ്പമുള്ള ബീഡ് തന്നെയാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന വിഷുവിൽ നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡിസൈൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. ഞാൻ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം തന്നെ 2 ആഴ്ച ആയിട്ടുണ്ട് നമ്മൾ ആരി വർക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. ഇനിയൊരു 2 ആഴ്ച സമയമുണ്ട് നമുക്ക് വിഷുവിനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിടുക എന്ന് വെച്ചാൽ, ആരി വർക്ക് ചെയ്തിടുക എന്ന് വെച്ചാൽ ഒരു നല്ല കാര്യമാണല്ലേ. അപ്പോൾ സിൽക്ക് ത്രെഡൊന്നും ചിലപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. ബീഡ്സ് ഉപയോഗിച്ച് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കുക, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല. ഒരു ഡ്രസ്സ് നേരിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാനും പഠിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനും പഠിക്കുകയാണ്. എനിക്ക് കാര്യങ്ങൾ അത്ര വഴങ്ങി വന്നിട്ടില്ല. ഞാനും ഓരോന്ന് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ എടുത്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഞാൻ കണ്ടോ കുറച്ചങ്ങോട്ട് ചെയ്യുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് വരും. അങ്ങനെ കണ്ട് നമുക്ക് ആ ഒരു ബീഡ്സ് ഇടുമ്പോൾ വിരലിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഷുഗർ ബീഡ്സൊക്കെ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഞാൻ 2 ബീഡ്സ് ഒരുമിച്ച് ആ വിരലിൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പിടിച്ചിട്ട് ആ ബീഡ്സിൻ്റെ ഇടയ്ക്കൂടെ ത്രെഡ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചെറിയ ത്രെഡ് എന്ന് പറയുന്നത് മെഷീൻ ത്രെഡ് പോലല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും, പിഞ്ചി വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന ബീഡ്സും ത്രെഡും ഒന്നും അത് നല്ല ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന ത്രെഡും ബീഡ്സും ഒന്നും അല്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. മെറ്റീരിയൽ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് മെറ്റീരിയൽ മാത്രമാണ് ഇത്. നല്ല ബീഡ്സൊന്നും, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും 2 ബീഡ്സിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക. ഇതുപോലെ 2 ബീഡ്സ് 3 ബീഡ്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും എല്ലാം ഹാൻഡിൽ ചെയ്ത്
സ്പീഡ് കൂട്ടി, അതായത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ആ സ്പീഡ് കൂട്ടിയെടുക്കണം, എന്നാലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഒരു ബീഡ്സ് ഊരിപ്പോയല്ലോ. നമ്മൾ ചെയ്ത് അത് പഠിക്കാനൊക്കത്തുള്ളൂ. അല്ല ആദ്യം തന്നെ വലിയൊരു വർക്കൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് പഠിക്കുക. വീഡിയോ അധികം നീട്ടുന്നില്ല. ഇത് രണ്ടും ഒന്ന് ചെയ്ത് പഠിക്കുക. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. അടുത്തത് നമുക്ക് കുറച്ചുകൂടെ അധികം ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ കട്ട് ബീഡ്സൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ പഠിക്കുക എന്നുള്ള വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ബൂട്ടാസ് എങ്ങനെ ചെയ്യാം, ഡിസൈനുകളൊക്കെ എങ്ങനെ ചെയ്യാം, പാറ്റേൺ എങ്ങനെ മാർക്ക് ചെയ്യാം, ഇതെല്ലാം ഇടുന്നതായിരിക്കും. അതുപോലെ ഇതിന് മുന്നേ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ചുകൾ, എൻ്റെ നോട്ട് എങ്ങനെ ഇടണം, ലോക്ക് സ്റ്റിച്ച്, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റിച്ചുകളെല്ലാം ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ആരി വർക്കിന് സ്പീഡ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം, സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ലോങ് വീഡിയോസും ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമുക്ക് ഉടനെ തന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.